be strong and courageous. Joshua 1:9. Have I not commanded you? Be strong and courageous. Do not be afraid, do not be discouraged, for the Lord your God will be with you wherever you go. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. The Nativity Fast is a season that challenges us to swim against the tide of the world's celebrations. In a culture focused on parties and indulgence, fasting, prayer, and almsgiving may seem burdensome. Yet, these disciplines are not barriers to joy, they are pathways to true spiritual renewal. ക്രിസ്തുമസ് നാളുകൾ ആനന്ദത്തിൻ്റെ നാളുകളാണ്. എല്ലാവരും ആഘോഷിക്കുമ്പോൾ സഭ നമ്മളോട് ഉപവസിക്കുവാനും നോമ്പ് നോക്കുവാനും ആഴമായി പ്രാർത്ഥിക്കുവാനും ദാനധർമ്മം നടത്തുവാനും ആഹ്വാനം ചെയ്യുകയാണ്. ഇതൊരു ഭാരമല്ല, പിന്നെയോ ആത്മീയ പുതുക്കത്തിൻ്റെ നാളുകളാണ്, ആനന്ദത്തിൻ്റെ നാളുകളാണ്. God's words to Joshua remind us that courage and strength are not born of our own abilities, but of God's constant presence with us. ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ധൈര്യമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്, ശക്തി നൽകുന്നത്. To fast, to pray, and to give during this season is an act of courage, a declaration that we seek something deeper than fleeting happiness. It is a commitment to prepare our hearts for the coming of Christ who offers eternal joy. ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നോമ്പ് നോക്കുന്നതും നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയാണ് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, നിത്യമായ ആനന്ദം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ. As Father Anthony Cornelius reminds us, prayer is our lifeline. It is through withdrawal into God's presence that we find strength for our spiritual journey. This Advent, let us remember that true joy comes from abiding in God's love. യഥാർത്ഥ ആനന്ദം ദൈവ സ്നേഹത്തിൽ വസിക്കുമ്പോഴാണ് നമുക്ക് ലഭ്യമാകുന്നത്. On our knees in prayer, we are strengthened to stand boldly in a world that pulls away from God. മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ, അതാണ് നമ്മെ ശക്തരായി എഴുന്നേറ്റ് നിൽക്കുവാൻ നമുക്ക് ധൈര്യവും ശക്തിയും നൽകുന്നത്. കാരണം ലോകം ദൈവത്തിൽ നിന്ന് മാറുമ്പോൾ, നാം പ്രാർത്ഥനയിൽ മുട്ടുകുത്തുമ്പോൾ ലോകത്തോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു. Take heart. The Lord our God is with us, and through Him we will find the courage to embrace this season with faith, strength, and lasting joy. ആഘോഷത്തിൻ്റെ നാളുകളിൽ പെട്ടെന്ന് നശിച്ചു പോകുന്ന ആനന്ദമല്ല, നിത്യമായ ദൈവിക ആനന്ദം നമുക്ക് അനുഭവപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.